ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു അറബിക് മജ്ബൂസാണ്. മട്ടൻ കൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. അതിനായിട്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് അരേശ ടീസ്പൂൺ നല്ല ജീരകം, വലിയ ജീരകം, കുരുമുളക്, മല്ലി, പിന്നെ ഒരു ജാതിക്ക, ഒരു 10 ഗ്രാമ്പു, 2 ഉണക്കമുളക്, 2 ബേ ലീഫ്, പിന്നെ ഒരു 4 ഏലക്കായ, പിന്നെ 2 കഷ്ണം പട്ട, ഒരു ഉണക്കനാരങ്ങ. ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. പിന്നെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്, ബസ്മതി റൈസ്. ഇത് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. 1 കഷ്ണം ഇഞ്ചി, 1 തുടം വെളുത്തുള്ളി, 3 തക്കാളി, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. മട്ടൻ കഴുകി വൃത്തിയാക്കിയത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ മസാലക്കൂട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം, കരിയാതെ. ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മളെ മട്ടൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ആ മസാലക്കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, ചൂടാറിയതിന് ശേഷം. ഗ്രൈൻഡറിൽ എല്ലാതും ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചിട്ട് വരാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ മട്ടനും നന്നായിട്ട് വെന്തുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കഷ്ണം ബേ ലീഫ്, 1 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏലക്കായ, 2 കരയാമ്പൂവ്, അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക, നന്നായിട്ട് വാടുന്നത് വരെ. ഉള്ളിയൊക്കെ നന്നായി വാടിയുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ, അത് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് ഒക്കെ കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല ഒക്കെ നന്നായി മൂത്ത് കഴിഞ്ഞ് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുത്തിയിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ വെള്ളത്തോട് കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഈ മട്ടൻ ഒന്നും കൂടെ ഒന്ന് മസാലയിൽ കിടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. മട്ടനൊക്കെ വെന്ത് ഇനി നമുക്ക് ചോറ് വേവാനുള്ള അരിക്കുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 6 ഗ്ലാസ് വെള്ളമാണ് 3 ഗ്ലാസ് അരിക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഓരോരുത്തരുടെ അരിയുടെ വേവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ അരിയുടെ ഇതെന്ന് നോക്കണം. 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി
വരച്ച അരി ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ്. 1 കിലോ മട്ടനും 1 കിലോ റൈസുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള അളവായ മസാലകളൊക്കെയാണ് ഇപ്പോൾ പൊടിച്ചത്. നിങ്ങൾ ഇനി കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മസാലകളുടെ അളവൊക്കെ കൂട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കി കൊടുക്കണം. ഈ അടച്ച് മൂടിയിട്ട് റൈസ് കുക്കാവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മൂടി വെച്ചിട്ട് റൈസ് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പി സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.